Hello everyone, welcome again to English Wow. My name is Nishad. ഈഫ് ക്ലോസുകളെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈഫ് എന്നുള്ള വേർഡ്, എന്താണ് ഈഫ് എന്നുള്ള വേർഡ്? ഈഫ് എന്നുള്ള വേർഡിന് മലയാളത്തിൽ അർത്ഥം എങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കണ്ടീഷണൽ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് ഈഫ് വെച്ചിട്ട് പറയാറുള്ളത്. എന്താ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയും നീ നാളെ വരികയാണെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഈഫ് വെച്ച് പറയുന്ന സെൻറ്റൻസുകൾക്ക് എപ്പോഴും രണ്ട് ഭാഗങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ മലയാളത്തിലെ സെൻറ്റൻസ് നോക്കൂ, നീ നാളെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. അതിലേതാണ് രണ്ട് ഭാഗം? ഒന്ന് നീ നാളെ വരികയാണെങ്കിൽ അതൊരു ഭാഗം, നമുക്ക് നാളെ കാണാം എന്ന് പറയുന്ന മറ്റൊരു ഭാഗം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ഈഫ് ക്ലോസുകൾക്കും രണ്ട് ഭാഗങ്ങളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 3 ഈഫ് ക്ലോസുകളുണ്ട്. അതിൻ്റെ മൂന്നിൻ്റെയും അർത്ഥങ്ങൾ വ്യത്യാസമാണ്. 3 കോണ്ടെക്സ്റ്റുകളിലാണ് നമ്മൾ ഉപയോഗിക്കുക. സംസാരിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനുള്ള ഒരു വീഡിയോ ആണിത് കേട്ടോ. സോ അപ്പോൾ നമുക്ക് എന്താണ് ഓരോ ഈഫ് ക്ലോസും അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ 3 ഈഫ് ക്ലോസുകൾ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഇതിന് നമ്മൾ പറയുന്ന പേര് പ്രസൻറ്റ് റിയൽ എന്നുള്ളതാണ്. പ്രസൻറ്റ് റിയൽ. എന്താണ് പ്രസൻറ്റ് റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രസൻറ്റ് റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിയൽ ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഉദാഹരണങ്ങളിലൂടെ പറയാം. പ്രസൻറ്റ് റിയൽ, അല്ലെങ്കിൽ ഇതിന് വേറെ പേരുകൾ പറയാറുണ്ട്. റിയൽ കണ്ടീഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പോസിബിൾ കണ്ടീഷൻ എന്ന് പറയും, പല പല പേരുകൾ പറയാറുണ്ട്. പ്രസൻറ്റിൽ റിയൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രസൻറ്റിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എക്സാമ്പിൾ പറയാം. ഇഫ് യു സ്റ്റഡി വെൽ, ഇഫ് യു സ്റ്റഡി വെൽ, സ്റ്റഡി വെൽ, നീ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് നീ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, യു വിൽ പാസ്, നീ ജയിക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, നീ പഠിക്കുകയാണെങ്കിൽ നീ ജയിക്കും, പഠിക്കണം, അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടും. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കാര്യം ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്, അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് എന്നാണ് നമ്മളതിന് പറയാം കേട്ടോ. നീ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, യു സ്റ്റഡി, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇതൊരു വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, V1 ഫോമിലാണ് ഈ സ്റ്റഡി എന്ന് പറയുന്ന വേർബ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ ടെസ്റ്റ്. ഈ വിൽ പാസ് എന്ന് പറയുന്നത് എന്താണ്? അത് സിമ്പിൾ ഫ്യൂച്ചറാണ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നടന്നാൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഭാവിയിൽ കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ്, നീ നാളെ വരികയാണെങ്കിൽ നമുക്ക് കാണാം, സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രസൻറ്റ് റിയൽ എന്ന് പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? സോ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ ടെസ്റ്റ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ. ഇഫ് ഐ ഹാവ് ഫ്രീ ടൈം ഐ വിൽ മീറ്റ് യു. ഇഫ് ഐ ഹാവ് ഫ്രീ ടൈം. ഇഫ് ഐ ഹാവ് ഫ്രീ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഹാവ് എന്ന് പറയുന്നത് ഒരു മെയിൻ വേർബാണ് കേട്ടോ, കൺഫ്യൂഷൻ വേണ്ട. എനിക്കുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ സ്റ്റഡി എന്ന് പറഞ്ഞ പോലെ മറ്റൊരു വേർബാണ്. ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ആക്ഷനൊന്നും അല്ല, പക്ഷെ അതൊരു അവസ്ഥയാണ്, ഉണ്ട് എന്ന് പറയുന്നൊരവസ്ഥ. സോ ഇഫ് ഐ ഹാവ് ഫ്രീ ടൈം ഐ വിൽ മീറ്റ് യു. കണ്ടോ, എഗെയിൻ ഫ്യൂച്ചർ ടെൻസ് ആണ് വരുന്നത്. ഐ വിൽ മീറ്റ് യു, ഞാൻ ഇന്നെ കാണും. അപ്പോൾ എന്തുണ്ടാവണം? ഫ്രീ ടൈം ഉണ്ടാവണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. ഇവിടെ എന്താ പറഞ്ഞത്? പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ജയിക്കും. അപ്പോൾ ഇത് പ്രസൻറ്റ് ടെൻസിലും ഇത് ഫ്യൂച്ചറിലാണ് വരിക. ഓക്കെ, ഇനി നിങ്ങൾ മൂന്നാമത്തെ നോക്കൂ. ഇഫ് ഇറ്റ് ഈസ് എ ഗുഡ് പ്രോഡക്റ്റ്, ഇഫ് ഇറ്റ് ഈസ് എ ഗുഡ് പ്രോഡക്റ്റ്. ഇവിടെ ഈസ് എന്നുള്ളതാണ് വേർബ്. അപ്പോൾ ഈ വേർബിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, കാരണം ഇതൊരു മെയിൻ വേർബായിട്ടുള്ള ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ട്, ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്. സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക എന്ന് പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആക്ഷനാണ്. രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ ഈ ഹാവ് എന്നുള്ളതൊരു മെയിൻ വേർബാണ്, പക്ഷേ അതൊരു അവസ്ഥനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെയിൻ വേർബാണ് കേട്ടോ. സോ ഇഫ് ഐ ഹാവ് ഫ്രീ ടൈം ഐ വിൽ മീറ്റ് യു. അതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഈസ് എ ഗുഡ് പ്രോഡക്റ്റ്, ഇവിടെ ഈസ് ആണ് മെയിൻ വേർബ്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് എ ഗുഡ് പ്രോഡക്റ്റ്, ഇത് അതൊരു നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ, ഇവിടെ ആണ് എന്ന് പറയുന്ന ഒരു മെയിൻ വേർബാണ്. എല്ലാതും സ്റ്റഡി എന്ന് പറയുന്ന ഒരു ആക്ഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷൻ ആയിരിക്കില്ല വരിക. അപ്പോൾ സ്റ്റഡി, സ്പീക്ക്, റീഡ് അല്ലെങ്കിൽ പ്ലേ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ആക്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ എന്തില്ല, ഇവിടെ അത്തരത്തിലുള്ള ഒരു ആക്ഷൻ അല്ല, ഇതൊരു അവസ്ഥയാണ്. സോ ഇഫ് ഇറ്റ് ഈസ് എ ഗുഡ് പ്രോഡക്റ്റ്, അതൊരു നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ ഷീ വിൽ ബൈ ഇറ്റ്, അവളത് വാങ്ങിക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ കണ്ടീഷനിൽ എപ്പോഴും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും വരിക. ഇനി നമുക്കിത് നേരെ തിരിച്ചും പറയാം. എങ്ങനെ പറയാം? ഇപ്പോൾ യു വിൽ പാസ് ദ ടെസ്റ്റ് ഇഫ് യു സ്റ്റഡി വെൽ, നേരെ തിരിച്ചിടാം. അങ്ങനെ പറയാറുണ്ട്. ഐ വിൽ മീറ്റ് യു ഇഫ് ഐ ഹാവ് ഫ്രീ ടൈം, എനിക്ക് ഫ്രീ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കാണും.
ഷീ വിൽ ബൈ ഇറ്റ് ഇഫ് ഇറ്റ് ഈസ് എ ഗുഡ് പ്രോഡക്റ്റ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രസൻറ്റ് റിയൽ എന്ന് പറയുന്നത്. പ്രസൻറ്റ് റിയൽ അല്ലെങ്കിൽ റിയൽ കണ്ടീഷൻ അല്ലെങ്കിൽ പോസിബിൾ കണ്ടീഷൻ. പോസിബിൾ എന്ന് പറഞ്ഞാൽ സാധ്യമാകുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ എൻഡിങ്ങിൽ ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വിസും കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. സോ ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രസൻറ്റ്, അതായത് റിയൽ കണ്ടീഷൻ എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രസൻറ്റ് അൺറിയൽ. ഇത് കുറേ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ, ഈ പ്രസൻറ്റ് അൺറിയൽ എന്ന് പറയുന്നത്. കാരണം ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രസൻറ്റിൽ ഇത് അൺറിയൽ ആണ്. ദ പ്രസൻറ്റിൽ അൺറിയൽ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിൽ സത്യമല്ല. പ്രസൻറ്റിൽ സത്യമല്ലാത്തൊരു കാര്യം നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഫ് ഐ വെയർ ദെയർ, ഇഫ് ഐ വെയർ ദെയർ, വാട്ട് ഈസ് ഇറ്റ് മീൻ? ഇഫ് ഐ വെയർ ദെയർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹെൽപ്പ് ഹിം, ഞാൻ അവനെ സഹായിച്ചേനെ. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ സഹായിച്ചേനെ. അപ്പോൾ ഇത് പ്രസൻറ്റിൽ റിയൽ അല്ല. നിങ്ങൾ പറയുന്നത് പ്രസൻറ്റിലാണെങ്കിൽ പോലും പ്രസൻറ്റിൽ റിയൽ അല്ല. കാരണം നിങ്ങൾ അവിടെ ഇല്ല. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവനെ സഹായിച്ചേനെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അവിടെയല്ല. അപ്പോൾ പ്രസൻറ്റിൽ നിങ്ങൾക്ക് അങ്ങനെ ആവാൻ സാധ്യമല്ല. യു അണ്ടർസ്റ്റാൻഡ്? സോ ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് കോൾഡ് പ്രസൻറ്റ് അൺറിയൽ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പ്രസൻറ്റ് അൺറിയൽ എന്ന് വിളിക്കുന്നത്. സോ ഇഫ് ഐ വെയർ ദെയർ ഐ വുഡ് ഹെൽപ്പ് ഹിം, ഞാൻ അവനെ സഹായിച്ചേനെ. ഇവിടെ എപ്പോഴും ഈ വുഡ് ആയിരിക്കും വരിക. ഓക്കെ, വുഡ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ്. ഇത് V1 ആണ് കേട്ടോ. അപ്പോൾ വുഡ് പ്ലസ് V1 ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനി ഇതിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രസൻറ്റ് അൺറിയൽ, ഇതിന് നമ്മൾ വേറൊരു പേരും കൂടിയും പറയും, ഇമാജിനറി കണ്ടീഷൻ എന്ന് പറയും. ഇമാജിനറി, സങ്കല്പത്തിലുള്ളൊരു കാര്യം നമ്മൾ പറയാണ്, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ പറയണം. പ്രസൻറ്റിൽ അത് സംഭവിക്കാനല്ല യാതൊരു സാധ്യതയില്ല. ഇവിടെ ഈ ഐക്ക് ശേഷം നമ്മൾ വെച്ചിട്ടുള്ളത് ഐ വെയർ എന്നാണ്. നോർമലി നമ്മൾ വെയർ ആണോ പറയാറുള്ളത് ഐയുടെ കൂടെ? അല്ല, നമ്മൾ നോർമലി പറയാറുള്ളത് ഐ വാസ് എന്നാണ് പറയാറുള്ളത് അല്ലേ. ഐ വാസ് ആണ് നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ. അപ്പോൾ ഐ വാസ് എ ടീച്ചർ, ഐ വാസ് ബിസി എന്നാണ് പറയാം. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വെയർ വന്നിട്ടുള്ളത്? ഇവിടെ വെയർ വരാൻ കാരണം ഇതൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ്. ദിസ് ഈസ് എ ഇമാജിനറി കണ്ടീഷൻ അല്ലെങ്കിൽ പ്രസൻറ്റ് അൺറിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പ്രസൻറ്റ് അൺറിയൽ അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ളൊരു കണ്ടീഷൻ പറയുമ്പോഴൊക്കെ നമ്മൾ വെയർ ആണ് ഉപയോഗിക്കുക, ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും. യു അണ്ടർസ്റ്റാൻഡ്? ഇനി അടുത്ത് നിങ്ങൾ നോക്കൂ, ഇഫ് ഷീ വെയർ, കണ്ടോ, നോർമലി ഷീ വാസ് ആണ്, പക്ഷേ ഇവിടെ വന്നിട്ടുള്ളത് ഏതാണ്? ഷീ വെയർ ആണ്. ഇഫ് ഷീ വെയർ ഫ്രീ, അവൾ ഫ്രീ ആണെങ്കിൽ, ഫ്രീ ആയിരുന്നെങ്കിൽ ഷീ വുഡ് കം, അവൾ വന്നേനെ. കണ്ടോ, ഇവിടെ വുഡിന് ശേഷം നമ്മൾ കം എന്ന് പറയുന്ന ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ഉപയോഗിച്ചു. അവൾ ഫ്രീ ആണെങ്കിൽ വന്നേനെ. അവൾ ഫ്രീ ആണോ? അല്ല. പ്രസൻറ്റിൽ അത് അൺറിയൽ ആണ്, പ്രസൻറ്റിൽ സത്യമല്ല. സോ ഇഫ് ഷീ വെയർ ഫ്രീ ഷീ വുഡ് കം, അവൾ വന്നേനെ. പ്രസൻറ്റിൽ അങ്ങനെ നടക്കാനുള്ള സാധ്യത ഇല്ല. നെക്സ്റ്റ് വൺ, ഇഫ് ഐ വെയർ എ ബേർഡ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇഫ് ഐ വെയർ എ ബേർഡ്, കണ്ടോ, ഐ വെയർ നോട്ട് ഐ വാസ്. ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ, ഞാൻ പറന്നേനെ. ഞാൻ പക്ഷിയാണെങ്കിൽ ഞാൻ പറന്നേനെ. പക്ഷിയാകൽ സാധ്യമാണോ? പക്ഷിയാകൽ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇമാജിനറി ആയിട്ടുള്ള കണ്ടീഷനാണ്. നമ്മൾ പറയില്ല, എനിക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു വലിയ കാറ് വാങ്ങിയേനെ, അല്ലെങ്കിൽ ഞാനൊരു പണക്കാരനായിരുന്നെങ്കിൽ ഞാനൊരു കൊട്ടാരം പണിതേനെ. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഇമാജിനറി ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ സങ്കല്പത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇമാജിനറി ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ പ്രസൻറ്റ് അൺറിയൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുന്ന സമയത്ത് വെയർ ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഇഫ് ഐ വെയർ ദെയർ, ഇഫ് ഐ വെയർ ദെയർ ഐ വുഡ് ഹെൽപ്പ് ഹിം. ഇഫ് ഷീ വെയർ ഫ്രീ ഷീ വുഡ് കം. ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. നേരത്തെ പറഞ്ഞ പോലെ ഇത് തിരിച്ചും നമുക്ക് പറയാം. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ റിവേഴ്സ് ആയിട്ടുള്ള ഓർഡറിൽ നമുക്കത് പറയാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് ഈ ഓർഡറിനെ നമുക്ക് ഇങ്ങോട്ടാക്കിയിട്ട് ഐ വുഡ് ഹെൽപ്പ് ഹിം ഇഫ് ഐ വെയർ ദെയർ, ഐ വുഡ് ഹെൽപ്പ് ഹിം ഇഫ് ഐ വെയർ ദെയർ, ഷീ വുഡ് കം ഇഫ് ഷീ വെയർ ഫ്രീ. ഇങ്ങനെയും നമുക്ക് പറയാം, തിരിച്ചും പറയാം കേട്ടോ. സ്പോക്കൺ ഇംഗ്ലീഷിൽ അതൊക്കെ പോസിബിൾ ആണ്, നോ പ്രോബ്ലം. എഴുതുമ്പോഴും നമ്മൾ അങ്ങനെ എഴുതാറുണ്ട്, പക്ഷേ അവിടെ കോമയുടെ ആവശ്യമില്ല എന്ന് മാത്രം. Right. So the first one I said present real, second one present unreal. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താണത്? മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് അൺറിയൽ ആണ്. പാസ്റ്റ് അൺറിയൽ അല്ലെങ്കിൽ ഇമ്പോസിബിൾ പാസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. പാസ്റ്റ് അൺറിയൽ എന്താണ് ഈ പാസ്റ്റ് അൺറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കുക, ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ.
if she had prepared well, if she had prepared well, she would have scored high. If she had prepared well, she would have scored high. എന്താ അങ്ങനെ പറഞ്ഞാൽ അവൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഈ ഹാഡ് പ്ലസ് പ്രിപ്പയർഡ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഹാഡ് പ്ലസ് ഇവിടെ വേർബിൻ്റെ തേർഡ് ഫോമാണ് വന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം എന്നാ പറയാം. ഇതെല്ലാതും അങ്ങനെയായിരിക്കും. ഈ തേർഡ് കണ്ടീഷനിലെല്ലാം ഹാഡ് പ്ലസ് V3 ആയിരിക്കും വരിക. സോ ഇഫ് ഷീ ഹാഡ് പ്രിപ്പയർഡ് വെൽ, അവൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കണ്ടോ, ഷീ പിന്നെ വുഡ് ഹാവ് സ്കോർഡ്, വുഡ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ വുഡ് ഹാവ് പ്ലസ് തേർഡ് ഫോം, വുഡ് ഹാവ് സ്കോർഡ് ഹൈ, അവൾ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. ശരിക്കും ശ്രദ്ധിക്കണം, ഇതൊരു പാസ്റ്റിൽ മുൻപേ നടക്കാതെ പോയൊരു കാര്യമാണ്. എന്താ മുൻപേ നടക്കാതെ പോയ കാര്യം എന്ന് പറഞ്ഞാൽ, മുമ്പേ നടക്കാതെ പോയൊരു കാര്യത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ ഒരു ഖേദം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, അവൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഷീ വുഡ് ഹാവ് സ്കോർഡ് ഹൈ, അവൾ നന്നായിട്ട് സ്കോർ ചെയ്തേനെ അല്ലെങ്കിൽ സ്കോർ ചെയ്യുമായിരുന്നു. സത്യത്തിൽ എന്താണ് അപ്പോൾ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ളത്? അവൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ വർത്തമാനത്തിൽ പ്രസൻറ്റിൽ നമ്മൾ അതിൻ്റെ ഒരു ഖേദപ്രകടനം പോലെ നടത്തുകയാണ്. ഇഫ് ഷീ ഹാഡ് പ്രിപ്പയർഡ് വെൽ ഷീ വുഡ് ഹാവ് സ്കോർഡ് ഹൈ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ വുഡ് ഹാവ് സ്കോർഡ് എന്ന് പറഞ്ഞു. ഇവിടെ ഈ വുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ്, ഞാൻ ഈ വുഡ് ഹാവ് ഷുഡ് ഹാവ് കുഡ് ഹാവ് എന്നുള്ളതിനെ കുറിച്ചിട്ട് യൂട്യൂബിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക കേട്ടോ. സോ ഈ വുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് സ്പോക്കണിൽ നമ്മൾ എങ്ങനെയാണ് പറയുക? വുഡ് ഹാവ് ഷുഡ് ഹാവ് കുഡ് ഹാവ് എന്നാണ് പറയുക. അപ്പോൾ വുഡ് ഹാവ് ഷുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് ഇത്തരത്തിലുള്ള വാക്കുകൾ, പിന്നെ അതിനുശേഷം തേർഡ് ഫോം ഓഫ് ദ വെർബ്, അങ്ങനെയായിരിക്കും വരിക. അപ്പോൾ പാസ്റ്റിൽ നടക്കാതെ പോയൊരു കാര്യം അതിൻ്റെ ഒരു ഖേദപ്രകടനം പോലെ നമ്മൾ പ്രസൻറ്റിൽ പറയുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ വുഡ് ഹാവ് ഷുഡ് ഹാവ് കുഡ് ഹാവ് എന്നുള്ള കണ്ടീഷണൽ സെൻറ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നോക്കൂ. ഇഫ് യു ഹാഡ് കോൾഡ് മീ, if you had called me, had plus V3, had plus V3, call, called, called. If you had called me, I wouldn't have missed it. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ്? നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ I wouldn't എന്ന് പറഞ്ഞാൽ would not എന്നുള്ളതാണ്. So I wouldn't have missed it. If you had called me, I wouldn't have missed it. നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനത് മിസ് ചെയ്യില്ലായിരുന്നു എന്നാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇയാൾക്കത് എന്തായിട്ടുണ്ടായിരുന്നു? മിസ്സായിട്ടുണ്ടായിരുന്നു. സോ സംഭവിച്ചതിന് നേരെ ഓപ്പോസിറ്റാണ്. സോ ഇഫ് യു ഹാഡ് കോൾഡ് മീ ഐ വുഡൻറ്റ് ഹാവ് മിസ്ഡ് ഇറ്റ്. നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കത് മിസ്സാവില്ലായിരുന്നു. മലയാളത്തിൽ ആലോചിച്ചാൽ വളരെ ഈസിയാണ്, നമ്മൾ അങ്ങനെയൊക്കെ പറയാറില്ലേ. സോ ഇഫ് യു ഹാഡ് കോൾഡ് മീ ഐ വുഡൻറ്റ് ഹാവ് മിസ്ഡ് ഇറ്റ്. അപ്പോൾ വിളിക്കാത്തത് കൊണ്ട് എനിക്കത് മിസ്സായി പോയി. ഇഫ് യു ഹാഡ് കോൾഡ് മീ ഐ വുഡൻറ്റ് ഹാവ് മിസ്ഡ് ഇറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇഫ് ഐ ഹാഡ് ബീൻ ദെയർ. ഈ സെൻറ്റൻസ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇഫ് ഐ ഹാഡ് ബീൻ എന്നുള്ളത് ഒരു V3 ഫോമാണ്. ബീൻ എന്നുള്ളത് V3 ഫോമാണെന്ന് പറയാൻ കാരണം നമ്മൾ ഈസ് ആർ ആം, അതാണ് അതിൻ്റെ പ്രസൻറ്റ് ഫോം. അതിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? വാസ് വെയർ. അപ്പോൾ ഇവിടെ ബീൻ എന്ന് ഉപയോഗിക്കുന്നത് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലാണ്, V3 ഫോമിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട, ഹാഡ് പ്ലസ് V3 തന്നെയാണ് ഇത് കേട്ടോ. സോ ഇഫ് ഷീ ഹാഡ് ബീൻ ദെയർ, ഇഫ് ഐ ഹാഡ് ബീൻ ദെയർ, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, കണ്ടോ അവിടെ ഉണ്ടാവുക, ആവുക എന്നുള്ള മീനിങ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഈ ബീനിൽ വരുന്നത്. സോ ഇഫ് ഐ ഹാഡ് ബീൻ ദെയർ ഐ കുഡ് ഹാവ് അറ്റൻഡഡ് ഇറ്റ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് എന്ത് ചെയ്യാമായിരുന്നു? ഐ കുഡ് ഹാവ് അറ്റൻഡഡ് ഇറ്റ്, അല്ലെങ്കിൽ ഞാനത് അറ്റൻഡ് ചെയ്യുമായിരുന്നു. കുഡ് ഹാവ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുഡ് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമായിരുന്നു എന്നുള്ള അർത്ഥം വരും. ക്യാനിൻ്റെ പാസ്റ്റാണ് കുഡ്. സോ ഇഫ് ഐ ഹാഡ് ബീൻ ദെയർ, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് അറ്റൻഡഡ് ഇറ്റ്. അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. അതുകൊണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഖേദപ്രകടനം നമ്മൾ പ്രസൻറ്റിൽ നടത്തുകയാണ്. യു അണ്ടർസ്റ്റാൻഡ്? സോ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതിനെ പാസ്റ്റ് അൺറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇമ്പോസിബിൾ കണ്ടീഷൻ എന്നൊക്കെ പറയും, പാസ്റ്റ് ഇമ്പോസിബിൾ എന്നൊക്കെ പറയും. സോ ഇതാണ് ഈ 3 കണ്ടീഷൻസ്. ഞാൻ ഒന്നും കൂടി പറയാം. ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യം, പ്രസൻറ്റിൽ ഇനി നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ പ്രസൻറ്റിലെ ഒരു കാര്യം ശരിയാണെങ്കിൽ ഫ്യൂച്ചറിൽ അത് സംഭവിക്കുമെന്ന് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ കണ്ടീഷൻ ഉപയോഗിക്കുന്നത്, റിയൽ കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണ്? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ ടെസ്റ്റ്. നീ പഠിച്ചാൽ ജയിക്കും എന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തത് എന്താണ്? പ്രസൻറ്റിൽ അൺറിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രസൻറ്റിൽ അത് സത്യമല്ല, പക്ഷേ നമ്മൾ പ്രസൻറ്റിലാണെന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. ഇഫ് ഐ വെയർ ദെയർ ഐ വുഡ് ഹെൽപ്പ് ഹിം. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തേനെ. നിങ്ങൾ അവിടെ ഉണ്ടോ? നിങ്ങൾ അവിടെ ഇല്ല, നിങ്ങൾ വേറെ എവിടെയോ ആണ്. അപ്പോൾ പ്രസൻറ്റിൽ അത് റിയൽ അല്ല. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസൻറ്റ് അൺറിയൽ എന്ന് പറയുന്നത്. ഇനി പാസ്റ്റ് അൺറിയൽ എന്ന് പറയുന്നത് എന്താണ്?
പാസ്റ്റിൽ ഒരു കാര്യം നടന്നു, അപ്പോൾ ആ നടന്ന ഒരു കാര്യം അങ്ങനെ സംഭവിക്കരുതായിരുന്നു എന്ന് പറയാൻ നമ്മൾ പ്രസൻറ്റിൽ ഒരു ഖേദപ്രകടനം പോലെ നമ്മൾ ചെയ്യുമ്പോഴാണ് എന്തുപയോഗിക്കുന്നത്, ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഇഫ് ഷീ ഹാഡ് പ്രിപ്പയർഡ് വെൽ ഷീ വുഡ് ഹാവ് സ്കോർഡ് ഹൈ. അവൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്റ്റിൽ ഷീ വുഡ് ഹാവ് സ്കോർഡ് ഹൈ, അവൾ നന്നായിട്ട് സ്കോർ ചെയ്തേനെ. അപ്പോൾ ഇനി അത് സാധ്യമല്ല, കാരണം ആ കാലം കഴിഞ്ഞു പോയി. ഇഫ് ഷീ ഹാഡ് പ്രിപ്പയർഡ് വെൽ ഷീ വുഡ് ഹാവ് സ്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ നന്നായിട്ട് ജയിച്ചിട്ടുണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ നല്ല സ്കോർ കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഇനി സാധ്യമല്ല, അത് ഓവർ പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് 3 തരത്തിലുള്ള കണ്ടീഷണൽ സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഞാനിതിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ 3 എണ്ണം വെച്ചിട്ടുള്ള മലയാളം സെൻറ്റൻസുകൾ ഇവിടെ സ്ക്രീനിൽ ഇതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ചെയ്തതിന് ശേഷം ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഓക്കെ. പിന്നെ നമ്മുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളെ ഇംഗ്ലീഷ് സംസാരിച്ച് പരിശീലിപ്പിക്കുന്ന രീതിയിലുള്ള കോഴ്സുകളാണുള്ളത്. നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള ലെവൽ എന്താണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള വ്യത്യസ്തമായുള്ള ട്രെയിനിങ്ങുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. സോ ഐ വിൽ സീ യു സൂൺ വിത്ത് അനദർ ഗുഡ് ടോപ്പിക്. ടിൽ ദെൻ, ബൈ ബൈ.